രാജ്യത്തിന്റെ നീറ്റുപോലെയുള്ള ഉന്നതമായ മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് കടന്നുപോകുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുമെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. 3 തവണയായി ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്ന 3 തവണയിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും പാവപ്പെട്ട ജനങ്ങളും പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തിനകത്തുണ്ടായത്. തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തെ സാധാരണക്കാരായ പട്ടിണിക്കാരായ പാവങ്ങളുടെ അവരുടെ അരപ്പട്ടിണി മാറ്റിയ ഒരു പദ്ധതിയാണ്. മഹാത്മാഗാന്ധിയുടെ പേരിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ യുപിഎ സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചൊരു സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. പേരുമാറ്റലാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയപരിപാടി. പുതിയതായ ഒരു പദ്ധതി പോലും രാജ്യത്തിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റുകൾ കൊണ്ടുവന്ന പദ്ധതികളുടെ പേര് മാറ്റി, സംസ്ഥാനങ്ങളുടെ പേര് മാറ്റി, തലസ്ഥാനങ്ങളുടെ പേര് മാറ്റി, സിലബസുകൾ മാറ്റി, അങ്ങനെയൊക്കെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി, അതിന്റെ സ്വഭാവം മാറ്റി, അതിന്റെ രീതികൾ മാറ്റി, ഇപ്പോൾ വലിയ ആഘോഷത്തോടു കൂടി ഈ രാജ്യത്തിനകത്ത് EB-Jayaraam എന്ന പേരിൽ ആ പദ്ധതി വീണ്ടും നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് കടന്നു വരികയാണ്. എത്രയോ കുടുംബങ്ങളുടെ പട്ടിണി ഇല്ലാതാക്കിയ കേരളത്തിലെ രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിച്ച ഒരു പദ്ധതിയെ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. യുവാക്കളുടെ പറഞ്ഞ എന്താണ്? രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വന്ന ഈ സർക്കാരിന്റെ കാലഘട്ടത്തിന്റെയാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കടന്നു പോയിട്ടുള്ളത് എന്ന് കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്ത്രീവിരുദ്ധമായ സർക്കാർ, പാവപ്പെട്ടവർക്ക് എതിരെ ചിന്തിക്കുന്ന സർക്കാർ, യുവാക്കൾക്ക് എതിരെ ചിന്തിക്കുന്ന ഒരു സർക്കാരായി സർക്കാർ മാറുന്നു. നീറ്റിന്റെയും UGCയുടെയും ജെഇയുടെയും എല്ലാം തന്നെ പരീക്ഷാ പേപ്പറുകൾ നിരന്തരമായ ചോദ്യങ്ങളോടെ വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനമാണ് ഈ സർക്കാരിനുള്ളത് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ നടത്തപ്പെടുന്നത് ഒരു സമരമല്ല. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഇന്നിവിടെ നടത്തപ്പെടുന്നത് KSUവിന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും KPCCയുടെ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു സമര പരിപാടിയല്ല, മറിച്ച് 45 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ദേശവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിന് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ നേതൃത്വം കൊടുക്കുന്ന സമരങ്ങളുടെ സമര പ്രഖ്യാപന കൺവെൻഷനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ തെളിച്ചുകൂടിയിട്ടുള്ളത്. ഈ സമര പ്രഖ്യാപന കൺവെൻഷനിലൂടെ ഈ നാട്ടിലെ ജനങ്ങളോട് ഒരു കാര്യം നമ്മൾ തുറന്നു പ്രഖ്യാപിക്കുകയാണ്. ഈ സമര പ്രഖ്യാപന കൺവെൻഷനിലൂടെ രാജ്യം ധരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ, ഈ സർക്കാർ പാവപ്പെട്ടവർക്ക് ചിന്തിക്കുന്ന സർക്കാരാണ്. പട്ടിണിക്കാരെ സഹായിക്കുന്ന സർക്കാരല്ല, സ്ത്രീവിരുദ്ധമായി ചിന്തിക്കുന്ന സർക്കാരാണ്. സ്ത്രീവിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചൊരു സർക്കാരാണ്. യുവാക്കളുടെ സ്വപ്നങ്ങളെ ഇല്ലായ്മ ചെയ്ത സർക്കാരാണ്. വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ ഇല്ലായ്മ ചെയ്ത സർക്കാരാണ്.